കിശോര രാമായണം. രചന ശ്രീ ശ്രീനിലയം രതീശൻ മൺറോത്തുരുത്ത്. കിശോര രാമായണ പാരായണം ഭാഗം 2. ഇന്ന് പാരായണം ചെയ്യുന്നത് 74ന്റെ നിറവിൽ ശ്രീ കരുണൻ മാഷ്, കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഈയൂർ കൊല്ലം സ്വദേശിയാണ്. അജിത, അജീഷ്, അഭിലാഷ്, അഖില എന്നിവർ മക്കളാണ്. സംഗീത കുടുംബം. മാഷ് ചെറുപ്പത്തിൽ ശ്രീ നാരായണ ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. തൊടുപുഴ ശ്രീ ശേഖരൻ മാഷിന്റെ ശിക്ഷണത്തിൽ തുടർ വിദ്യാഭ്യാസം ചെയ്തു. മകൻ അഭിലാഷ് ഒരു മികച്ച ഗായകനാണ്. ബഹ്റിനിൽ കമ്പ്യൂട്ടർ അക്കൗണ്ടന്റ് ആയിരുന്നു. അവിടെ സംഗീത പരിപാടികൾ നടത്തിയിരുന്നു. മന്ധര നുണച്ചീ പേർ കേട്ടുവെങ്കിലും ഉദ്ദിഷ്ടകാര്യ സാധിയായി മന്ധര രാമനേകി വനവാസവും ഭരതനോ രാജ്യഭരണവും ഉൾക്കൊളുത്തിത കൈകേയി ഉൾത്തവം ദശരഥ രാജനും മിഴിനീർത്തൂകി കൗസല്യ ഹർഷാമ്പു തുളുമ്പി കൈകേയി തിഷ്ടയായി വൃദ്ധദാസി മന്ധര. അണ്ണാൻ കുഞ്ഞ് സേതു ബന്ധന നേരമായി വാനടരുത്ത് വൻപാറ ചുമന്നിതാ രാമകൃഷ്ണ സുഗ്രീവ നിർദ്ദേശം കടൽപ്പാട് നിർമ്മതി തകൃതിയിൽ കുഞ്ഞനാരണ്ണാര കണ്ണനും മണ്ണിൽ വീണുരുണ്ടു മണൽത്തരി സാഗരത്തിൽ അരിച്ചിതാ കുഞ്ഞണ്ണാര കണ്ണനുമാവര്. താരാവിലാപം. പ്രിയതിന്റെ വേർപാടിൽ ഉരുകും ശ്രീരാമൻ ഭവാൻ അറിയാത്തതോ ഹൃത്തിൽ കുത്തുന്നോവുകൾ നാഥനായി ചിരയൊരുക്കാനോ വിധി. രാമായി ദുർവിധി എനിക്കെന്തിനേയി യാമമ്മിൻ ദൗഹൃദയൻ നെഞ്ചിൽ തറയ്ക്കട്ടെ വൈവിധ്യമിനി ജീവിതം ദുസമൻ അവൻ അച്ഛനില്ലാത്തൊലവിനടിമയാ സഹിക്കില്ല താരം ഒടിയിലിവൾ തന്നോവിൽ നിലത്തിൽ വിലാപവും. ശ്രീ ലാലു ദിവാകരൻ കിശോര രാമായണത്തെക്കുറിച്ച്. ശ്രീമാൻ ദിവാകരൻ്റെയും ശ്രീമതി സുഭദ്രയുടെയും മകനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജരായി ജോലി ചെയ്യുന്ന ശ്രീമതി സജിതയാണ് വൈഫ്. ആര്യലക്ഷ്മി, അഫ്രിനാഥ് മക്കളാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദം നേടി. കവിയും രചയിതാവുമാണ് ഇദ്ദേഹം. സൗദി അറേബ്യയിൽ ദമാമിലാണ് ജോലി ചെയ്യുന്നത്. ഒരു സാഹിത്യ സാംസ്കാരിക ഗ്രൂപ്പ് തുടങ്ങി കേരളത്തിലൊട്ടാകെയുള്ള കലാകാരന്മാരെ കോർത്തിണക്കി, കൂടാതെ പല രാജ്യങ്ങളിൽ കൂടിയുള്ള ഒരു കൂട്ടായ്മയായി വ്യാപിപ്പിച്ച് ഒരുപാട് കലാകാരന്മാർക്ക് പല മേഖലകളിൽ സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കാരണഭൂതനായ ഒരു മനുഷ്യസ്നേഹി. ഇന്നീ കിശോര രാമായണ പാരായണം 22 ദിവസങ്ങളോളം പിന്നിടുമ്പോൾ ഓരോ ഗായകരും അവരുടെ സമയവും മനസ്സും ഈ ഉദ്യമത്തിനായി സമർപ്പിക്കുമ്പോൾ ഈ നിറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. കൂടാതെ ആമുഖ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത്രയാണ് പ്രോത്സാഹനമായി ശ്രീ സോമൻ സാർ, ശ്രീ സുകുമാരൻ സാർ പോലുള്ള അനുഗ്രഹീതരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ശ്രീ ലാലു ദിവാകരൻ സംസാരിക്കുന്നു. രാമന്റെ മനസ്സിനൊപ്പം മനുഷ്യ മനസ്സിന്റെ നിഗൂഢതയിലൂടെ സഞ്ചരിച്ച രാമന്റെ അനുഭവ പാഠങ്ങളാണ് രാമായണം. രാമന്റെ മനസ്സിലൂടെയുള്ള സഞ്ചാരമായി മാത്രം നമ്മൾ ഓരോ രാമായണ പാരായണവും കാണണം. രാമന്റെ മനസ്സ് പാകം വന്ന ഒരു മനസ്സ്.
മനുഷ്യനായി പിറന്ന് പ്രവൃത്തി കൊണ്ട് ഈശ്വരത്വം അറിയിച്ച രാമൻ ജ്ഞാനത്തിന്റെ പടവുകൾ കയറിയാണ് ആ പദവിയിൽ വന്നത്. അലയടിച്ചു മറിയുന്ന കടൽ പോലെയായിരുന്നു രാമന്റെ ജീവിതം. ഇവിടെയും അഞ്ചഞ്ചലായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഇന്ദ്രിയങ്ങളെ ജയിച്ചുകൊണ്ട് മാത്രമാണ്. രാജധാനിയിൽ പോലും സുഖവാസമായിരുന്നില്ല രാമന്. പ്രജാഹിതത്തിനായി ജീവിതം തന്നെ അദ്ദേഹം മാറ്റിവെച്ചു. രാജധാനിയിലെ തിക്കിലും തിരക്കിലും ചുമതലകളുടെ ബാഹുല്യത്തിലും രാമൻ അത് ചെയ്യാൻ സാധിച്ചു. മനഃശക്തി ഇന്ദ്രിയശക്തിയിലും ശ്രീ അബലയെല്ലാം തെളിയിച്ചുകൊണ്ട് രാമനൊപ്പം സീതയും സഹോദരങ്ങൾ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും സ്വയം തീർത്ത ഏകാഗ്രതയിൽ ഇരുന്നു കൊണ്ട് രക്ഷാകവചം ഒരുക്കിയ ലക്ഷ്മണ ഭാര്യ ഊർമിളയും ഭർത്താക്കന്മാർ അടുത്തുണ്ടായണക്കുകയും ഒരു സ്പർശമോ സാമീപ്യമോ ആഗ്രഹിക്കാതെ സ്വയം തീർത്ത ഏകാന്തതയിൽ കഴിഞ്ഞ ഭരതന്റെ ഭക്തി മാണ്ഡവിയും ശത്രുഘ്നന്റെ ഭക്തി ശത്രുഘ്നയും സ്വയം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ലോകരക്ഷയ്ക്കായി ബാക്കി ജീവിതം മാറ്റിവെച്ച കൈകേയിയും ദുഃഖം കടിച്ചമർത്തി ജീവിച്ച അമ്മ കൗസല്യയും സുമിത്രയും ഇവരിലൂടെയൊക്കെ രാമായണം തരുന്ന ഒരു സന്ദേശം കാലാതീതമായ സന്ദേശമാണ്. കർത്തവ്യങ്ങൾ ഏകാഗ്രതയ്ക്കും തപസ്സിനും ജ്ഞാനത്തിലേക്കും ഉള്ള യാത്രയ്ക്ക് തടസ്സമാകുന്നില്ല എന്ന ഒരു സന്ദേശം. കർത്തവ്യ നിർവഹണം തന്റെ തപസ്യയാണ്. അതിന്റെ സമർപ്പണത്തിന്റെ മനോഭാവം നൽകണം എന്ന് മാത്രം. നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും ഏറെ കഴിഞ്ഞാലും മനുഷ്യൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു അമൂല്യ സന്ദേശം ഈ കൃതിയെ അടിസ്ഥാനമാക്കി വളരെ ലളിതവും ഹൃദ്യവുമായ വരികളിലൂടെ മൺട്രോൾ തുരുത്തിന്റെ പ്രിയ കവി ആദരണീയനായ ശ്രീനിലയം രതീശൻ സാറിന്റെ രചന കിശോര രാമായണം. ഇത് നമുക്കും വരും തലമുറയ്ക്കും ഒരു മുതൽക്കൂട്ടാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹപൂർവ്വം ലാലു തിവാരി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ.